നമ്മളിന്ന് വീട്ടിൽ വളർത്തുന്ന സസ്യങ്ങൾ പട്ടി, പൂച്ച, കോഴി, ആട്, പശു എന്നിവ പരമ്പരാഗതമായത് ആണോ? യഥാർത്ഥത്തിൽ അതെല്ലാം DNA ചേഞ്ച് വരുത്തി ക്ലോണിങ്ങിലെല്ലാം മാറ്റം വരുത്തിയതല്ലേ? എന്തിനേറെ പറയുന്നു, വീട്ടിലെ തെങ്ങും മാവും പ്ലാവും ഇതെല്ലാം ജനിതക മാറ്റം വരുത്തിയതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ജനിതകം മാറ്റം വരുത്തുക എന്ന് പറയുന്നത് അത് മനുഷ്യനിലും സാധ്യമല്ലേ? മനുഷ്യൻ്റെ DNA ഏകദേശം 2500ഓളം ജീനുകളെ കണ്ടെത്തുക, മനുഷ്യൻ്റെ DNA ഉണ്ടാക്കുന്ന 3 ബില്യൺ കെമിക്കൽസ് ബേസ് ജോഡികളുടെ ക്രമം കണ്ടെത്തുക, ഈ വിവരങ്ങളെല്ലാം ഒരൊറ്റ ഡാറ്റാബേസിൽ സംഭരിക്കുക. കിട്ടിയ ഇൻഫർമേഷനെല്ലാം സാങ്കേതിക വിദ്യകളടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, കിട്ടിയ ഇൻഫർമേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ ടെക്നോളജി എല്ലാം സ്വകാര്യ മേഖലകൾക്ക് വിൽക്കുക എന്നതും കൂടി ഒരു അജണ്ടയാണ്. ഇത് ഒരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, അതായത് ആ തീരുമാനം കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാതും സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാൻ സാധിക്കും എന്നതായിരുന്നു. $multi-billion നൽകി ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും DNA കുറിച്ച് പഠിക്കുക എന്നതും ഈ പ്രൊജക്റ്റിൻ്റെ ഒരു അജണ്ടയാണ്. നീണ്ട 13 വർഷത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം നേച്ചർ ആൻഡ് സയൻസ് എന്ന് പറയുന്ന മാസികയിലുള്ള എല്ലാവരുടെയും DNA പഠിച്ച ലാൻഡ് മാർക്ക് പേപ്പറുകൾ 2001 ഫെബ്രുവരി മാസത്തിലും 2023 ഏപ്രിൽ മാസത്തിലും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ പ്രൊജക്റ്റിനെ വിളിക്കുന്ന പേരാണ്